ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. വാൾ ഫൂട്ടിംഗ് ആണ് വരുന്നത്. എന്താണ് വാൾ ഫൂട്ടിങ്? വാളിൻ്റെ താഴെ കൊടുക്കുന്ന ഫൂട്ടിങ്ങുകൾ. ക്ലിയറായോ? വാൾ ഫൂട്ടിങ്സ് കണ്ടിട്ടുണ്ടോ? ബേസ്മെൻറ്റ് പോലെ, അതായത് അതിൻ്റെ മുകളിലായിരിക്കും വാളുണ്ടായിരിക്കുക. നമുക്ക് മുകളിൽ നോക്കുമ്പോൾ എന്ത് കാണും? ഇതാണ് പ്ലാൻ വരുന്നത്. മുകളിൽ നോക്കുമ്പോൾ എന്ത് കാണും? ഇതൊരു ചെറിയൊരു കട്ടിങ് ആണ് കേട്ടോ. ഇവിടെ നമുക്ക് എക്സ്റ്റൻഷൻ കൊടുക്കാം. കാരണം എന്താ? എത്ര വേണമെങ്കിലും പോവാം അല്ലേ? വാളാണിത്, ഇത് വാളാണ്. മനസ്സിലായോ? ഇത് ഫൂട്ടിങ്, ഇത് രണ്ട് ഫൂട്ടിങ്ങുകളാണ്. അതിൻ്റെ സെൻറ്ററിലായിട്ട് വാള് പോയിക്കൊണ്ടിരിക്കണം. അതിന് നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഒരു ചെറിയ പീസായിട്ട് പ്ലാനെ കാണിച്ചിരിക്കണം. മനസ്സിലായോ വാൾ ഫൂട്ടിങ് എന്താന്ന്? ഇതാണ് വാള്. കണ്ടോ? ഒരു ചെറിയൊരു പീസ് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് വെച്ചിരിക്കണം പ്ലാനായിട്ട് കാണിക്കാൻ. മുകളിൽ നോക്കുമ്പോൾ എന്താണ്? വാള് സെൻറ്ററിലിരിക്കണു. അപ്പുറത്ത് ഇപ്പുറത്ത് എന്തുണ്ട്? ഫൂട്ടിങ്സ് ഉണ്ട്. ക്ലിയറായോ? ക്ലിയറായോ? സാധാരണ നമ്മൾ ഈ തറപ്പണി നടക്കുമ്പോഴേ ഇപ്പൊ ഈ പില്ലർ വർക്കിന്റെ നേരത്തെ പറഞ്ഞത് ഈ കോളം വർക്ക്, ഇത് തറയുടെ മീതെ ചെയ്യുന്നതിനെ കുറിച്ചല്ലേ പറയുന്നത്? അതന്നെ. 6 സെന്റിമീറ്റർ തറമേ ഓഫ്സെറ്റ് ഉണ്ടാവും. എന്താ? 6 സെന്റിമീറ്റർ വീതല്ലേ ഓഫ്സെറ്റ് ഉണ്ടാവുക തറമേ? അല്ലേ? അതല്ലേ ഉണ്ടാവുക. പിന്നെ ഫൗണ്ടേഷൻ ഇടുകയാണെങ്കിൽ ഒരു 6 12 ഡിസൈൻ അല്ലേ? 60 സെന്റിമീറ്ററിൽ നമ്മൾ ഫൗണ്ടേഷൻ ചെയ്യും. 60 ബേസ്മെന്റ് 45 താഴേക്ക് 60 45 ബേസ്മെന്റ് 24 20 ഒക്കെ ആയിട്ട് വാൾ തിക്നെസ് ഇടും. 20 കൂട്ടാം. 20 ചെയ്യാറ്. 20 ചെയ്യുകയാണെങ്കിൽ ബാക്കി എത്ര ഉണ്ടാവും? 25 ബാക്കി ഉണ്ടാവും. 12 അപ്പുറത്തേക്കും കൊടുക്കും, 12 ഇപ്പുറത്തേക്ക്, 12.5 ഔട്ടറും കൊടുക്കും, 12.5 ഇന്നറും കൊടുക്കും അല്ലേ? അതെ. പക്ഷെ എലിവേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ബേസ്മെന്റിന്റെ മാത്രമേ കാണുള്ളൂ, ഫൗണ്ടേഷൻ കാണില്ല. അതെ, ഫൗണ്ടേഷൻ താഴെയാണല്ലോ. സെക്ഷൻ ആയിട്ട് കട്ട് ചെയ്യുമ്പോഴാണ് താഴെയുള്ള ഫൗണ്ടേഷൻ കാണുള്ളൂ. നമ്മൾ എലവേഷൻ, അതിന്റെ എലവേഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നോക്കിയേ, താഴേക്കുള്ള ഫൗണ്ടേഷൻ കാണില്ല. മനസ്സിലായോ? മനസ്സിലായല്ലോ? അപ്പോൾ എന്താണ് കാര്യം എന്നുള്ളത്? വോളാണ്, കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വോള് പോയിണ്ടാവും. നമ്മളൊരു ചെറിയൊരു പോർഷനെ കട്ട് ചെയ്യണം. അതിനാണ് ഈ എക്സ്റ്റൻഷൻ മാർക്ക് കൊടുത്തിട്ടുള്ളത്. അത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമുക്ക് പ്ലാനിന് വേണ്ടി നമ്മളൊരു ചെറിയൊരു പീസ് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തു. എന്നിട്ടാണ് നമ്മൾ അതിനെ പ്ലാനാക്കി കാണിക്കുന്നത്. ക്ലിയറായോ? 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 പറയൂ. അപ്പം നമുക്ക് എങ്ങനെ വരയ്ക്കാം? പ്ലാൻ എങ്ങനെ വരയ്ക്കാം? പ്ലാൻ എത്ര mm ആയിരിക്കും വരിക? നമുക്ക് കുറച്ചുകൂടി വലിയ സ്കെയിലാക്കാം അത്. അപ്പോൾ എന്ത് വരും? ചെറുതാവില്ല? അല്ലെങ്കിൽ 60 സെൻറ്റിമീറ്റർ എന്നൊക്കെ പറയാം, അല്ലെ 45 സെൻറ്റിമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ ചെറുതാവും അല്ല? അതായത് 450 വരിക. സ്ക്രീൻ പോയോ? സ്ക്രീൻ പോയി.
എങ്ങനെ പ്ലാൻ വരയ്ക്കാം പറഞ്ഞേ? ഇത്രയൊക്കെ പ്ലാൻ വരച്ചതല്ലേ, എങ്ങനെ പ്ലാൻ വരയ്ക്കാം? ഇത് ഞാൻ കൊടുക്കുന്നത് ഒരു 800 ആണ്. 800 ആണ്, 800 mm ആണ് കൊടുക്കുന്നത്. വാൾ തിക്നെസ് 200 mm ആണ് കൊടുക്കുന്നത്. അപ്പം എങ്ങനെ വരയ്ക്കാം? സ്കെയിൽ ചെയ്യാൻ പറഞ്ഞേ. എങ്ങനെ സ്കെയിൽ ചെയ്യാം? നിങ്ങൾ പറയണതിനനുസരിച്ച് വരയ്ക്കുള്ളൂ കേട്ടോ. എങ്ങനെ സ്കെയിൽ ചെയ്യാം വാൾ ഫുട്ടിങ്ങിൻ്റെ? എത്രയിൽ എങ്ങനെ ചെയ്യണം പറയൂ. വോയിസ് വരുന്നില്ലല്ലോ. ഇനി എങ്ങനെ നമുക്ക് സ്കെയിൽ ചെയ്യാം? ഇത്രയാണ് നമ്മൾ കൊടുക്കുന്നത്. 800 mm 200 mm ആണ് നമ്മൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ എങ്ങനെ സ്കെയിൽ ചെയ്യാം? നിങ്ങൾ പറയുന്ന പോലെ ആയിരിക്കും വരയ്ക്കുക. ഇപ്പം ഇത്രയധികം ഫൂട്ടിങ്ങൾ ഫൗണ്ടേഷൻസ് വരച്ചതല്ലേ, എങ്ങനെ സ്കെയിൽ ചെയ്യാമെന്ന് പറയൂ. നിങ്ങൾ ഏത് സ്കെയിലിൽ ചെയ്യാമെന്ന് പറയുന്നോ അതേ സ്കെയിലിൽ നമ്മൾ വരയ്ക്കും. ആർക്കും പറയാനില്ലേ? 1:20 വരയ്ക്കാം. 800 അല്ല, 1:20. 800 എന്ന് പറയുമ്പോൾ 800 mm എത്ര സെന്റിമീറ്റർ വരും? 80 സെന്റിമീറ്റർ. 1:20 വരയ്ക്കുമ്പോൾ എങ്ങനെ വരും? 4 സെന്റിമീറ്റർ. 4 സെന്റിമീറ്റർ. അതുപോലെ തന്നെ 200 വരുന്നുണ്ട്. 200 കൊടുക്കുമ്പോൾ എന്ത് വരും? 20 സെന്റിമീറ്റർ ഡിവൈഡ് ബൈ 20 സെന്റിമീറ്റർ പറയുമ്പോൾ 1 സെന്റിമീറ്റർ ആയിരിക്കും എന്ത് വരിക? വാൾ തിക്നെസ് വരിക. മതിയോ? 1:20 ചെയ്യണമെങ്കിൽ ചെയ്യാം, 1:10 ചെയ്യണമെങ്കിലും ചെയ്യാം. പറയൂ ഏതിൽ ചെയ്യണം? എന്താ? ഏത് സ്കെയിലിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പം ഞാൻ നിങ്ങൾ ഏത് സ്കെയിൽ ചൂസ് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾ മാറി മാറി സ്കെയിൽ ചൂസ് ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. പക്ഷേ സ്കെയിലിനനുസരിച്ചിട്ടുള്ള വാല്യൂലായിരിക്കണം ഫിഗർ ഉണ്ടാവേണ്ടത്. മനസ്സിലായോ? അതായത് ഒരാൾ 1:10 ചെയ്താലും ഒരാൾ 1:20 ചെയ്താലും എനിക്ക് കുഴപ്പമില്ല. നിങ്ങൾ ഏത് സ്കെയിലാണോ ചെയ്തത് ആ വാല്യൂസ് കറക്റ്റായിരിക്കണം. മനസ്സിലായോ? അത്രേ എനിക്ക് നിർബന്ധമുള്ളൂ. ഞാൻ ഡ്രോയിങ് ചെക്ക് ചെയ്യുമ്പോൾ അതേ ശ്രദ്ധിക്കുള്ളൂ. അല്ലാതെ ഞാൻ പറയുന്ന സ്കെയിലിൽ തന്നെ ചെയ്യണമെന്ന് എനിക്കൊരു നിർബന്ധമില്ല കേട്ടോ. പക്ഷേ നിങ്ങൾ ചെയ്ത വാല്യൂസ് കറക്റ്റ് ആയിരിക്കണം. ഇപ്പോൾ പറയൂ ഏതിൽ ചെയ്യണം? 1:100 ഓട്ടോകാർഡിൽ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോഴൊക്കെ 1:100 അല്ലേ ഇടാറില്ലേ? 1:100 അല്ലേ? അതെ. എന്തേ? ഇതിങ്ങനെ മാനുവലായിട്ട് ചെയ്യുമ്പോൾ മാത്രമല്ലേ ഈ ഒരു പ്രശ്നമുള്ളൂ അല്ലേ? അതെ, മാനുവലായിട്ട് ചെയ്യും. പിന്നെ നമ്മൾ ഓട്ടോകാഡിൽ 1:100 ഇട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ഷീറ്റ് ലേഔട്ട് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റും. അതിനനുസരിച്ച് ഡ്രോയിങ്ങിൽ മാറ്റം വരും. ഡ്രോയിങ് മാറില്ല, ഷീറ്റിൻ്റെ ലേഔട്ട് ചെയ്യുമ്പോൾ ഡ്രോയിങ് കറക്റ്റായിട്ട് ഫിറ്റായിട്ടിരിക്കും ഷീറ്റിൽ. മനസ്സിലായോ? പക്ഷെ നമുക്ക് ഈ മാനുവൽ ഡ്രോയിങ്ങിൽ നമുക്ക് അങ്ങനെയൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. ഷീറ്റ് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? A2 എന്ന് പറഞ്ഞ ഷീറ്റിൻ്റെ സൈസിൽ നിന്നും ഒരു ചേഞ്ച് നമുക്ക് വരുത്താൻ പറ്റില്ല. അപ്പോൾ നമുക്ക് ആകെ വരുത്താൻ പറ്റുന്നത് എന്താണ്? നമ്മൾ വരയ്ക്കുന്ന വാല്യൂസിൽ സ്കെയിൽ ചെയ്തിട്ട് വരയ്ക്കാമെന്ന് പറയുന്ന ഒരു ഓപ്ഷൻ മാത്രമേ മാനുവലിൽ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ, മാനുവൽ ഡ്രോയിങ്സിൽ. മനസ്സിലായോ? മനസ്സിലായി. അപ്പം എങ്ങനെ ചെയ്യണം? 1:10 ചെയ്യണോ 1:20 ചെയ്യണോ? 1:10 ചെയ്യാലോ അല്ലേ? 1:10 വേണമെങ്കിൽ 1:10 ചെയ്യാം. 1:10 ചെയ്യുമ്പോൾ എന്ത് വരും?
800 എന്നുള്ളത് എത്രയായിരിക്കും? മീറ്റർ ആയിട്ട് വരും അല്ലേ? എന്താ? 8 സെന്റിമീറ്റർ ആയിട്ട് വരും. 8 സെന്റിമീറ്റർ വരും. അത് കഴിഞ്ഞ് ഈ ഒരു സെക്ഷൻ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇതിൽ കൊടുത്തിട്ടുള്ള ഇതിൻ്റെ വിഡ്ത്തിനെ നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇതിനെ എങ്ങനെ വരയ്ക്കാം? അതായത് ഇത് നമുക്ക് എങ്ങനെ വരയ്ക്കാം? ഇത് നമുക്ക് ഇഷ്ടമുള്ളത് വരയ്ക്കാം. കാരണം എന്താ, നമുക്ക് ഇഷ്ടമുള്ള ഒരു പോർഷൻ നമ്മളിങ്ങനെ കട്ട് ചെയ്ത് പ്ലാൻ ആക്കി കാണിച്ചിരിക്കുക. ഇതിങ്ങനെ ഒരു കണ്ടിന്യൂസ് പോർഷനാണ്, കണ്ടോ? എന്നാലല്ലേ ഇങ്ങനെ കിട്ടുള്ളൂ. അതൊരു ഫൂട്ടിങ് ഇപ്പോൾ ഇവിടെ വോള് പോയിക്കൊണ്ടിരിക്കണു. അതിലൊരു ചെറിയൊരു പീസ് നമ്മളിങ്ങനെ കട്ട് ചെയ്തു. മനസ്സിലാവുന്നുണ്ടോ? ആ ഒരു കാര്യം മാനേജിങ് ചെയ്യാം കണ്ടിന്യൂസ് ആയിട്ട്. അതായത് കണ്ടിന്യൂവേഷൻ ഉണ്ട്, അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും അതിൻ്റെ കണ്ടിന്യൂവേഷൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്താണ്, നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ കൊടുക്കാം. അപ്പോൾ എത്ര കൊടുക്കാം? ഒരു 4 സെൻറ്റിമീറ്ററോ 5 സെൻറ്റിമീറ്ററോ കൊടുക്കാം. അതിനുശേഷം എന്ത് കൊടുക്കുക? ഇവിടെ ഇങ്ങനെ എക്സ്റ്റൻഷൻ മാർക്ക് ഇട്ട് കൊടുക്കണം. അത് കണ്ടിന്യൂസ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നതാ. മനസ്സിലായോ? ക്ലോസ് ചെയ്ത് കാണിക്കാം. ലാസ്റ്റ് കണ്ടിന്യൂവേഷൻ ഇട്ട് കൊടുക്കാം. ഓക്കെ. ഇനി ഇതിൻ്റെ ഉള്ളിൽ വാളെങ്ങനെ വരും? വാള് 200 mm ആണ് വരുന്നത്. 200 mm എന്ന് പറയുമ്പോൾ സ്കെയിൽ ചെയ്യുമ്പോൾ എന്ത് വരും? 2 സെൻറ്റിമീറ്റർ ആണ് വരിക. ആണോ? 2 സെൻറ്റിമീറ്റർ എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ വരയ്ക്കാം? ഇവിടെ 8 ആണ് വരുന്നത്. ഇവിടെ നിന്ന് എത്ര സെൻറ്റിമീറ്റർ വിടേണ്ടി വരും? 3 സെൻറ്റിമീറ്റർ വിടാം. ഇപ്പുറത്തുനിന്നും 3 സെൻറ്റിമീറ്റർ വിട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഇവിടെ 2 സെൻറ്റിമീറ്റർ. ഇപ്പുറത്തുനിന്ന് എത്ര വിടണം? 3 സെൻറ്റിമീറ്റർ. ഇവിടെ നിന്ന് 3 സെൻറ്റിമീറ്റർ വിട്ട് കഴിഞ്ഞാൽ സെൻറ്ററിലുള്ള 2 സെൻറ്റിമീറ്റർ നമുക്ക് കിട്ടും. ഇതാണ് നമ്മുടെ വാള്. മനസ്സിലായോ? ഇവിടെ എക്സ്റ്റൻഷൻ മാർക്ക് ഇട്ട് കൊടുക്കുക. കണ്ടിന്യൂവേഷനാണ്. നമ്മളൊരു ചെറിയൊരു പോർഷൻ കട്ട് ചെയ്ത് പ്ലാനാക്കി കാണിച്ചിരിക്കുകയാണ്. ക്ലിയർ ആയോ? പ്ലാൻ ക്ലിയർ ആയോ? പറയൂ. ആരെങ്കിലും ഒരാൾ പറയൂ. ക്ലിയർ ആയെങ്കിൽ ക്ലിയർ ആയി എന്ന് പറയൂ, അല്ലെങ്കിൽ ഇല്ല എന്ന് പറയൂ. ക്ലിയർ ആയല്ലോ. അടുത്ത ഇങ്ങനെ സെക്ഷൻ വരയ്ക്കുക. എലവേഷൻ എങ്ങനെ വരയ്ക്കും? സെക്ഷണൽ എലവേഷൻ സെൻട്രൽ ലൈൻ വരയ്ക്കുക. ആദ്യം എത്രയായിരുന്നു? 8 സെൻറ്റിമീറ്ററിൻ്റെ അല്ലേ? അതിൻ്റെ ഡെപ്ത് ഡി എത്ര കൊടുക്കാം? 200 കൊടുക്കാം. 200 ആണ് നമ്മൾ കൊടുക്കാറ്. 200 എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും സ്കെയിൽ വരിക? 2 സെൻറ്റിമീറ്റർ വരച്ചു. പിന്നെന്താണ്, ഇവിടെ 2 സെൻറ്റിമീറ്ററിൻ്റെ വോളും വരും സെൻറ്ററിൽ. വോളിൽ നമ്മൾ എക്സ്റ്റൻഷൻ മാർക്ക് ഇട്ട് കൊടുക്കണ്ട. കാരണം എന്താ, വോളിൻ്റെ എന്താണ്, വോൾ അങ്ങനെ കൂടുതലായിട്ട് അങ്ങനെ പോവില്ലല്ലോ. ഒരു ഡെഫിനറ്റ് ആയിട്ടുള്ള ഹൈറ്റ് കൊടുക്കാം. ഇപ്പോൾ 210 വരുന്നതെന്നുണ്ടെങ്കിൽ, അതായത് ലിൻഡൽ വരെയുള്ള ഹൈറ്റ് കൂട്ടാം. 210 ആണ് വരുന്നുണ്ടെങ്കിൽ 1:10 ചെയ്യുമ്പോൾ എത്ര വരും? 21 സെൻറ്റിമീറ്ററാണ് വരിക. 21 സെൻറ്റിമീറ്റർ നമുക്ക് വരയ്ക്കാൻ പറ്റില്ല. വരയ്ക്കാൻ പറ്റുമോ? ഭയങ്കര വലുതായിരിക്കും. അപ്പോൾ നമ്മൾ സെൻറ്ററിൽ കൊടുക്കുക. നമ്മൾ ആദ്യം ചെയ്ത പോലെ സെൻറ്ററിൽ എക്സ്റ്റൻഷൻ മാർക്ക് കൊടുക്കുക. എന്നിട്ട് വോള് ആഡ് ചെയ്യാം. ഓക്കെ. അപ്പൊ ഷീറ്റിൽ നമുക്ക് 210 വരക്കാൻ കഴിയാത്തോടത്ത് ഇങ്ങനെ സെന്ററിൽ ഇങ്ങനെ ചെയ്താൽ മതിയല്ലേ? അത് ഈ കേസിൽ കേട്ടോ. നിങ്ങൾ വേറെ കേസിലൊന്നും അങ്ങനെ ചെയ്യരുത്. അതായത് വലിയ വലിയ ഡ്രോയിങ്സ് വരയ്ക്കണേൽ നിങ്ങൾ അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ, അതായത് അങ്ങനെ വലിയ ഡ്രോയിങ്സ് വരുമ്പോൾ അതിനനുസരിച്ച് എന്തായാലും നമുക്ക് സ്കെയില്
വളരെ ചെറുതാക്കേണ്ടി വരും. അതായത് വാല്യൂസ് വളരെ ചെറുതാക്കേണ്ടി വരും. ഇപ്പോൾ വീടിൻ്റെ പ്ലാനൊക്കെ വരയ്ക്കുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും 1:10 വരയ്ക്കില്ല. 1:10 എങ്ങനെ വരയ്ക്കാൻ പറ്റും? നമുക്ക് 1:10 ഒരിക്കലും വരയ്ക്കാൻ പറ്റില്ല നമ്മുടെ വീടിൻ്റെ പ്ലാനൊന്നും. അപ്പോൾ അങ്ങനെ വലിയ വലിയ പ്ലാനിങ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് അതിലെല്ലാ വാല്യൂസും എന്തായിരിക്കും? വലിയ വലിയ വാല്യൂസ് ആയിരിക്കും. ഇപ്പോൾ വീടിൻ്റെ പ്ലാൻ തന്നെ എടുത്തു കഴിഞ്ഞാൽ എന്താണ്? ഒരുവിധം എല്ലാം വലിയ വലിയ വാല്യൂസാണ് വരിക അല്ലേ? ഇപ്പോൾ റൂമിൻ്റെ സൈസ് ആയാലും അതുപോലെ ഹൈറ്റ് കൊടുക്കുമ്പോൾ വാളിൻ്റെ ലിൻഡൽ വരെയുള്ള ഹൈറ്റ് കൊടുക്കുമ്പോഴായാലും ഒക്കെ എന്താണ്? വലിയ വലിയ വാല്യൂസാണ് വരിക. അപ്പോൾ നമ്മൾ എന്തായാലും എന്ത് ചെയ്യേണ്ടി വരും? 1:100 1:150 ചെയ്യേണ്ടി വരും സ്കെയിൽ കേട്ടോ. ഇതിലൊക്കെ ചെയ്യുമ്പോൾ ചെറിയ ചെറിയ സ്കെയിലല്ല ചെയ്യണ്ടോ. ഇതൊക്കെ 80 mm വരുന്നുള്ളൂ, അല്ല 800 mm വരുന്നുള്ളൂ. മറ്റേതൊക്കെ എങ്ങനെ വരാം? 800 cm ഒക്കെ വരാം. വന്നൂടെ? അതായത് നമുക്ക് ഇവിടെ വരയ്ക്കുമ്പോൾ 800 mm വരുന്നത്, അതായത് എത്രയാ? 80 cm വരുന്നുള്ളൂ. നമുക്ക് വീടിൻ്റെ പ്ലാനിലൊക്കെ എങ്ങനെ വരാം? 800 cm തന്നെ വരാം. വന്നൂടെ? അപ്പോൾ അത് വലിയ വലിയ വാല്യൂസാണ്. അപ്പോൾ എന്തായാലും നമ്മൾ സ്കെയിൽ ചെയ്യുമ്പോൾ ചെറുതാക്കേണ്ടി വരും. അടുത്ത എന്താണ്? മനസ്സിലായെന്ന് വിചാരിക്കണു. അടുത്ത എന്താ? സ്പ്രെഡ് ഫൂട്ടിങ്. നമ്മൾ സ്റ്റെപ്പ്ഡ് ഫൂട്ടിങ് പഠിച്ചു. ഇതെന്താണ്? സ്പ്രെഡ് ചെയ്തിരിക്കുക. സ്റ്റെപ്പ്ഡ് ഫൂട്ടിങ്ങും സ്പ്രെഡ് ഫൂട്ടിങ്ങും തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇവിടെ ഈ കോൺക്രീറ്റ് ബേസ് ആണ് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് വരുന്ന സ്ട്രക്ചറുകളൊക്കെ എന്താണ്? ഒരൊറ്റ സ്ട്രക്ചറാണ്. കണ്ടോ? ബ്രിക്കിൻ്റെ ഒരൊറ്റ സ്ട്രക്ചറാണ് മുകളിലേക്ക് പോയിട്ടുള്ളത്. നിങ്ങളപ്പോൾ ഈ സ്റ്റെപ്പിഡിൻ്റെ നോക്കിയേ, എന്താ? ഒരൊറ്റ സ്ട്രക്ചറാണോ? കോൺക്രീറ്റ് ബേസ് കഴിഞ്ഞ് ഓരോ സ്റ്റെപ്പായിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്? കൺസ്ട്രക്റ്റ് ചെയ്തിട്ടുള്ളത്. മനസ്സിലായോ? ഇതാണ് ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. സ്റ്റെപ്പിടും സ്പ്രെഡും തമ്മിലുള്ള വ്യത്യാസം അതാണ്. സ്റ്റെപ്പിട് ഓരോ സ്റ്റെപ്പായിട്ടാണ്. സ്പ്രെഡ് എന്താണ്? മൊത്തത്തിൽ കോൺക്രീറ്റ് ബേസിൻ്റെ മുകളിലോട്ട് എന്താണ്? സ്പ്രെഡ് ചെയ്തിരിക്കുക. മനസ്സിലായോ? മനസ്സിലായോ? അതാണ് സ്റ്റെപ്പിടും സ്പ്രെഡും തമ്മിലുള്ള വ്യത്യാസം. എക്സാമിന് ചോദിക്കുമ്പോൾ തെറ്റിക്കരുത്. ഇതെന്താണ്? സ്പ്രെഡാണ് കേട്ടോ. അതായത് ഇങ്ങനെ മുകളിലത്തെ ഭാഗം ഒരൊറ്റ സ്ട്രക്ചറായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ പ്ലാനൊന്നും വരയ്ക്കാനില്ല. നിങ്ങളുടെ അടുത്ത് എക്സാമിന് ചോദിക്കുന്നുണ്ടെങ്കിൽ എന്താ ചോദിക്കുള്ളൂ? സെക്ഷണൽ എലവേഷൻ മാത്രമേ ചോദിക്കുള്ളൂ. നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. എന്താ ചോദിക്കുക? സെക്ഷണൽ എലവേഷൻ ഓഫ് സ്പ്രെഡ് ഫൂട്ടിങ്. ഓക്കെ. ക്ലിയർ ആണല്ലോ? നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. സെക്ഷണൽ എലവേഷൻ ഓഫ് സ്പ്രെഡ് ഫൂട്ടിങ്. എന്താണ്? ആദ്യത്തെ ബേസ് നോക്കി, കോൺക്രീറ്റ് ബേസ് എത്രയാണ് വരുന്നത്? 900 900 ആണ് കേട്ടോ വരുന്നത്. 900 mm. ഡെപ്ത് എത്രയാണ് വരുന്നത്? ഇവിടെ കാണിക്കും, 200 mm. കോൺക്രീറ്റ് ബേസ് എത്രയാണ് വരുന്നത്? 900 mm ഡെപ്ത് 200 mm. ക്ലിയർ ആണല്ലോ? അതിൻ്റെ മുകളിൽ വരുന്ന ഫൂട്ടിങ്സ് ഒക്കെ എങ്ങനെ വരുന്നത്? സ്പ്രെഡായിട്ടാണ് വരുന്നത്. ആദ്യത്തെ സ്റ്റെപ്പ് എങ്ങനെ വരുന്നത്? 600 mm 600 mm. അതിൻ്റെ മുകളിലോ ഡെപ്ത് സെയിം തന്നെയാണ് കേട്ടോ. 200 mm തന്നെയാണ് എല്ലാത്തിൻ്റെയും ഡെപ്ത് വരുന്നത്. എത്രയാണ്? 500 mm. അതിൻ്റെ മുകളിലേക്കോ 400 400 mm. ഡെപ്ത് വരുന്നത് 200 തന്നെയാണ്.
വ്യത്യാസമില്ല. അതിൻ്റെ മുകളിലേക്ക് എന്താണ്, വാളാണ് വന്നിട്ടുള്ളത്. വാൾ തിക്നെസ് എത്രയാണ് കൊടുത്തിട്ടുള്ളത്? 300 mm. സിമ്പിളാണല്ലോ വരയ്ക്കാൻ. എങ്ങനെ വരയ്ക്കാം? ആദ്യത്തെ പ്ലാൻ അല്ല, സെക്ഷണൽ എലവേഷൻ ആണ് വരയ്ക്കുന്നത്. എത്രയാണ് വരുന്നത്? 900 ആണ് വരുന്നത് അല്ലേ? എങ്ങനെ സ്കെയിൽ ചെയ്യാം പറയൂ. ആ 90 സെൻറ്റിമീറ്റർ ഡിവൈഡഡ് ബൈ 10 സ്കെയിൽ ചെയ്യാം. അപ്പം എന്ത് വരും? 9 സെൻറ്റിമീറ്റർ. നമുക്ക് സുഖമായിട്ട് ചെയ്യാം. ബാക്കി അല്ലാതെ എത്ര വരും? 600 എന്നുള്ളത് 6 സെൻറ്റിമീറ്റർ വരും, 500 എന്നുള്ളത് 5 സെൻറ്റിമീറ്റർ വരും, 400 എന്നുള്ളത് 4 സെൻറ്റിമീറ്റർ വരും, 300 എന്നുള്ളത് 3 സെൻറ്റിമീറ്റർ വെച്ച് വരും. കാരണം നമ്മൾ സ്കെയിൽ ചെയ്യുന്നത് 1:10 ആ ഡെപ്ത് എല്ലാം 20, അതായത് 20 സെൻറ്റിമീറ്റർ തന്നെ. സ്പ്രെഡ് കൂട്ടിക്കാനുള്ള വ്യത്യാസം എന്താ വെച്ചാൽ ഓരോ ഇത് കഴിയുമ്പോൾ സ്റ്റെപ്പ് കഴിയുമ്പോൾ ക്രോസ് ആയിട്ടുള്ള ലൈന് ക്രോസ് ആയിട്ടുള്ള ലൈനോ? എന്താ? കൊടുക്കുമ്പോ അതായത് ഇവിടെയുള്ള ഈ ലൈനിന്റെ ആവശ്യമില്ല. അതായത് കണ്ടിന്യൂസ് ആയിട്ടാണ് ഇത് പോകുന്നത്. മറ്റേത് അങ്ങനെയല്ല, ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ട് മുകളിൽ വേറെ സ്റ്റെപ്പ് ചെയ്തിരിക്കുക. ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിരിക്കുക. രണ്ടും തമ്മിലുള്ള വ്യത്യാസം കേട്ടോ. അതായത് മറ്റേതാകുമ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്പായിട്ട് കഴിഞ്ഞ് മുകളിൽ വേറൊരു സ്റ്റെപ്പ് വരയ്ക്കണം. ഇതെന്താ, ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. എന്താണ്, ലെങ്ത്ത് വിഡ്ത്ത് കുറയുന്നുണ്ടെന്നേ ഉള്ളൂ. ഓക്കെ, ആ ഒരു വ്യത്യാസം മാത്രമേ വരുന്നുള്ളൂ. ഇപ്പം എങ്ങനെ വരയ്ക്കാം കോൺക്രീറ്റ് ബേസ്? 9 സെൻറ്റിമീറ്ററിൽ വരയ്ക്കാം അല്ലേ? ഡെപ്ത് എത്രയാണ് വരുന്നത്? 200 ആണ് വരുന്നത്. 200 സ്കെയിൽ ചെയ്യുമ്പോൾ എന്ത് വരും വാല്യൂ? 2 സെൻറ്റിമീറ്റർ ഡെപ്ത് വരച്ചു. ഇതാണ് നമ്മുടെ കോൺക്രീറ്റ് ബേസ്. ഇതിന് മുകളിലേക്ക് എത്രയാണ് വരുന്നത്? 600, അതായത് 6 സെൻറ്റിമീറ്ററാണ് വരുന്നത്. 6 സെൻറ്റിമീറ്റർ സെൻറ്ററിൽ വരയ്ക്കണമെന്നുണ്ടെങ്കിൽ എത്ര വരും? ഇവിടെ നിന്ന് എത്ര വിടണം? 1.5 സെൻറ്റിമീറ്റർ വിട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഈ സെൻറ്ററിൽ 6 സെൻറ്റിമീറ്റർ കിട്ടും. എത്ര വിടണം? 1.5 സെൻറ്റിമീറ്റർ. ഡെപ്ത് എത്ര കൊടുക്കണം? 2 സെൻറ്റിമീറ്റർ തന്നെ. ക്ലിയർ ആയോ? അടുത്ത എത്രയാണ് വരുന്നത്? അടുത്ത എത്രയാണ് വരുന്നത്? 600 കഴിഞ്ഞാൽ 500. 500 അപ്പം എങ്ങനെ വരയ്ക്കാം? അതായത് 1 സെൻറ്റിമീറ്റർ വ്യത്യാസം വരുന്നുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യണം? 0.5 വ്യത്യാസം വരുള്ളൂ അല്ലേ ഒരു സൈഡിൽ. അപ്പോൾ എന്തായിരിക്കും? 0.5 ആയിരിക്കും വരിക. 500 വരയ്ക്കുക, ഡെപ്ത് 200 കൊടുക്കുക. ക്ലിയർ ആയോ? ഇതാണ് 500-ൻ്റെ. അടുത്ത എത്രയാണ്? 400-ൻ്റെ വരയ്ക്കുമ്പോൾ എങ്ങനെ വരയ്ക്കാം? ഇതുപോലെ 0.5 ഓഫ്സെറ്റ് കൊടുക്കേണ്ടി വരും. 20 ഡെപ്ത് കൊടുത്തു. അതായത് ഇതിൻ്റെ സെൻറ്ററിൽ ഇത് വേണ്ട. മനസ്സിലായോ? സെൻറ്ററിലുള്ള ലൈനുകൾ എന്താ നമുക്ക് വേണ്ട. എങ്ങനെ വരയ്ക്കാം? ഇനി വരുള്ളൂ, ഈ ലൈനും വരില്ലല്ലോ. ആ
ഇങ്ങനെ മാത്രമല്ലേ വരുള്ളൂ, സ്റ്റെപ്പ് പോലെ തന്നെ കൊണ്ടുപോകും. മുകളിലേക്ക് പോകണ്ട, ഇത്ര ഭാഗം വരെ കാണുള്ളൂ അല്ലേ. കോൺക്രീറ്റ് ബേസ് നമുക്ക് അങ്ങനെ തന്നെ കാണും. മുകളിലേക്ക് വരുന്ന സ്റ്റെപ്പുകൾ എന്താ കാണൂല അല്ലേ. 500 വരച്ചു, പിന്നെന്താ 400ൻ്റെ വരയ്ക്കണം. ഇതിൻ്റെ മുകളിലാണ് എന്ത് വരിക, വാള് വരിക. എത്രയാ 300 mm. ക്ലിയർ ആയോ? അതായത് ഇത് വാളിൻ്റെ ഹേച്ച് തന്നെയാണ് കൊടുക്കുന്നത്, കണ്ടിന്യൂസ് ആയതുകൊണ്ട്. ഇത് കോൺക്രീറ്റ് ബേസ് കേട്ടോ. നമുക്ക് ഇത്രയാണ് ഫൗണ്ടേഷനിൽ പഠിക്കാനുള്ളത്. ഇത്രയാണ് എന്ത് പഠിക്കാനുള്ളത്, ഫൗണ്ടേഷനിൽ പഠിക്കാനുള്ള ഒരു 9 ടൈപ്പ് നമ്മളിപ്പോൾ വരച്ചിട്ടുണ്ടാവണം. അപ്പോൾ ഓഫ്ലൈൻ ക്ലാസ്സിന് വരിക, മാക്സിമം വരയ്ക്കുക. ഓക്കെ, അപ്പോൾ ഭയങ്കരമായിട്ട് കുറവാണ് വരുന്നത് ഓഫ്ലൈൻ ക്ലാസ്സിന് വരുന്നത്. അത് കുറച്ച് പേരെ വരുന്നുള്ളൂല്ലോ. സനിമോനൊക്കെ റെഗുലറായിട്ട് വരുന്നുണ്ടായിരുന്നാ, ഇപ്പം എന്ത് പറ്റി? അതാണ് ചോദിക്കുന്നത്. എല്ലാ ക്ലാസ്സിലും കയറുന്ന അറ്റൻഡ് ചെയ്യുന്ന ആളാണ്. വർക്ക് കുറഞ്ഞു, വർക്ക് കുറഞ്ഞാലും വർക്ക് പിടിച്ചു കുഴപ്പമില്ല. നാളെ ഉണ്ടല്ലേ ക്ലാസ്? നാളത്തെ കാര്യം പറയുകയാണെങ്കിൽ സർവേ ആണ്. ഞാൻ വന്നിട്ടുള്ളവരെ ഓരോ ടീമാക്കിയിട്ടായിരിക്കും വർക്ക് സ്റ്റാർട്ട് ചെയ്യുക. ഇനിയിപ്പോൾ വരാൻ പറ്റാത്തവരാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ നിങ്ങൾ സെക്കൻഡ് എക്സ്പെരിമെൻ്റ് ചെയ്യും. മനസ്സിലായോ? അതായത് എന്താ സർവേ റെക്കോർഡ് ചെയ്തതിനനുസരിച്ചുള്ള എക്സ്പെരിമെൻ്റ് നമ്മൾ ചെയ്യുക. അതെ, സൈറ്റ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ചെയിൻ ആയതുകൊണ്ട് അതിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അതായത് ചെറിയ ചെറിയ എക്സ്പെരിമെൻറ്റ്സ്. അപ്പോൾ നമുക്ക് പുറത്തേക്കൊന്നും പോകേണ്ടി വരില്ല. കോളേജിൻ്റെ തന്നെ ചെയിൻ ഫോൾഡ് ചെയ്യുക, അൺഫോൾഡ് ചെയ്യണത് എങ്ങനെയാണ്, ചെയിനിൻ്റെ ടൂൾസൊക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുക, ചെയിൻ എങ്ങനെയാണ് പ്ലേസ് ചെയ്യുക. ചെയിൻ ഇങ്ങനെ വെറുതെ നമ്മൾ വലിച്ചു നീട്ടി അവിടെ ഇട്ടാൽ പോരാ, ചെയിനൊക്കെ പ്ലേസ് ചെയ്യേണ്ടതിന് ഒരു രീതിയുണ്ട്. മനസ്സിലായോ? സർവേ ചെയ്യുന്ന ആളും സർവേനെ ഫോളോ ചെയ്യുന്ന ഒരാളും വേണം. അങ്ങനെയാണ് ചെയിൻ സർവേ ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഒരു പ്രൊസീജിയർ മൊത്തം നമുക്ക് പഠിക്കാനുണ്ട് ചെയിൻ സർവേയിൽ. അപ്പോൾ നാളെ നേരത്തെ വരികയാണെങ്കിൽ നമുക്ക് ഒരുവിധം കൂടുതൽ വെയിലാവണതിന് മുമ്പ് ഉച്ചയ്ക്ക് അവസാനിപ്പിക്കാം. കുറച്ചൊക്കെ 1-2 എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ. മനസ്സിലായി? അപ്പോൾ വരുന്നവർ പറയാം, വരുന്നവരെ ഞാനൊരു ഗ്രൂപ്പാക്കും. അങ്ങനെ ചെയ്യായിരിക്കും നല്ലത്. അപ്പോൾ അങ്ങനെ ഗ്രൂപ്പാക്കി കഴിഞ്ഞാൽ പിന്നെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ സെക്കൻഡ് എക്സ്പെരിമെൻ്റ് ചെയ്യാം. മനസ്സിലായി? ഫസ്റ്റ് തന്നെ ചെയ്യാൻ പറ്റില്ല, കാരണം ഒരാൾക്ക് ഒറ്റയ്ക്ക് ചെയിൻ സർവേ ചെയ്യാൻ പറ്റില്ല. ഒരാളാണെങ്കിലും 2 ആളാണെങ്കിലും അങ്ങനെ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത് രണ്ടാമത്തെ എക്സ്പെരിമെൻ്റ് ആയിരിക്കും ചെയ്യുക. അതായത് ആദ്യത്തെ എക്സ്പെരിമെൻറ്റ് ചെയ്യാത്തൊരു രണ്ടാമത്തെ എക്സ്പെരിമെൻറ്റ് ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ടൈം ഉണ്ടെങ്കിൽ ഫസ്റ്റത്തെ എക്സ്പെരിമെൻറ്റിന് തരാം, ടൂൾസ് തരാം. ഓക്കെ, അതിന്റെ എക്സാമിന്റെ സമയത്ത് ഇതുപോലെ ഗ്രൂപ്പായിട്ട് തന്നെ വിടുക. ചെയിൻ സർവേ ഒന്നും ചെയ്യിപ്പിക്കില്ല. ചെയിൻ സർവേ ഒക്കെ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ഗ്രൂപ്പായിട്ട് ഒരാളോ 2 ആളുടെ ഗ്രൂപ്പൊക്കെ വേണ്ടി വരും. ചെയിൻ പ്ലേസ് ചെയ്യാനും ചെയിൻ നീട്ടിയിടാനൊക്കെ. ഈ ഒരൊറ്റ നല്ല വെയിറ്റുള്ള ചെയിനാണ്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നല്ല വെയിറ്റാണ്. എനിക്കൊക്കെ ശരിക്ക് എടുത്ത് പൊക്കാം തന്നെ ഉള്ളൂ. അത്യാവശ്യം വെയിറ്റുള്ള ചെയിനാണ്. അപ്പോൾ ആ ചെയിൻ ഒരാൾക്ക് തന്നെ അത് എക്സാമിന് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഏതെങ്കിലും ഒരു എക്സ്പെരിമെൻറ്റ് തരും. ആ എക്സ്പെരിമെൻറ്റിൻ്റെ പ്രൊസീജിയർ എഴുതാനായിരിക്കും ചിലപ്പോൾ പറയാം. അല്ലെങ്കിൽ ചിലപ്പോൾ അതിൻ്റെ വാല്യൂസ് തരും കാൽക്കുലേഷന് വേണ്ടിയിട്ട്. എന്നിട്ട് ഇതിൻ്റെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യുക. അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ആയിരിക്കും ചിലപ്പോൾ എക്സാമിന് തരിക. മനസ്സിലായോ? ചിലപ്പോൾ പ്രൊസീജിയർ എഴുതിപ്പിക്കാം,
അവർക്ക് ചെയ്യിപ്പിക്കണമെങ്കിൽ വേണമെങ്കിൽ ചെയ്യിപ്പിക്കാം, അല്ലെങ്കിൽ ചെയ്യിപ്പിക്കില്ല. ലെവലിങ്ങിൻ്റെ ഒക്കെ ഒരു പ്രോബ്ലം ആയിരിക്കും തരിക. അപ്പോൾ ആ പ്രോബ്ലം ചെയ്ത് ഫിനിഷ് ചെയ്ത് കൊടുക്കുക. അതായിരിക്കും ചിലപ്പോൾ സർവേൻ്റെ ഭാഗത്തുനിന്ന് ചെയ്യിപ്പിക്കുക. അങ്ങനെ സർവേയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾക്ക് ചെയ്യാൻ പറ്റില്ല. ഒരാൾക്ക് ഒരു എക്സ്പെരിമെൻറ്റ് ഫുള്ള് ചെയ്യാൻ പറ്റില്ല, ഒരാൾക്ക് മാത്രമായിട്ട്. മിനിമം 2 പേരെങ്കിലും വേണം. എന്നാൽ മാത്രമേ സർവേയുടെ ഏത് എക്സ്പെരിമെൻ്റ് ആയാലും ചെയ്യാൻ പറ്റുള്ളൂ. മനസ്സിലായോ? ഇത് പഠിച്ചാലും മറ്റേ വില്ലേജിലെ FMD ഒക്കെ നോക്കിയാൽ മനസ്സിലാവൂല്ലേ? ആ, ബാബുമോനൊക്കെ അറിയായിരിക്കും. അവര് ചെയ്യുന്നുണ്ട്. അറിയാൻ പറ്റും. മനസ്സിലായോ? അപ്പോൾ നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക ചെയിനാണ്. ചെയിനിൽ വരുന്നത് ചെയിനിൻ്റെ ആദ്യം ചെയിൻ മാത്രമല്ല വരുന്നത്, ചെയിനിൽ കുറച്ച് ഇൻസ്ട്രുമെൻറ്റ്സ് വരുന്നുണ്ട്. റേഞ്ചിങ് റോഡ് വരുന്നുണ്ട്. നിങ്ങൾ റെക്കോർഡ് എഴുതിയ ആൾക്കാർക്ക് ഓർമ്മയുണ്ടാവും. റേഞ്ചിങ് റോഡ് വരുന്നുണ്ട്, ക്രോസ് സ്റ്റാഫ് വരുന്നുണ്ട്, ഏരോസ് വരുന്നുണ്ട് അല്ലേ, വുഡൻ്റെ പെഗ് വരുന്നുണ്ട്. അങ്ങനെ കുറച്ച് ആക്സസറീസ് ചെയിനിൻ്റെ ഒപ്പം തന്നെ ഉണ്ട്. അതൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണെന്ന് പഠിക്കണം. അതുപോലെ തന്നെ ചെയിൻ്റെ ലെങ്ത് എത്രയാണ്, ഓരോ ലിങ്കുകളും എത്രയാണ്, എത്ര ലിങ്ക് ചേരുമ്പോഴാണ് ഒരു ടൈൽ വരുന്നത്, മൊത്തം എത്ര മീറ്റർ വരും, അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട് ചെയിൻ്റെ ഇൻട്രൊഡക്ഷനിൽ തന്നെ. അപ്പോൾ അത് ഇൻട്രൊഡക്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? ആദ്യം ചെയ്യുന്ന എക്സ്പെരിമെൻറ്റ് ചെയിൻ എങ്ങനെ ഫോൾഡ് ചെയ്യാം, അൺഫോൾഡ് ചെയ്യാം, ചെയിൻ എങ്ങനെ പ്ലേസ് ചെയ്യാമെന്ന് പഠിക്കും. അതന്നെ നിങ്ങൾ പഠിക്കുമ്പോൾ കുറച്ച് സമയവും. ചെയിൻ പ്ലേസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ ഇങ്ങനെ ചെയിൻ പിടിച്ച് വലിച്ചു നീട്ടി ഒരു സ്ഥലത്ത് ഇടല്ല. ചെയിനെ പ്ലേസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ശരിക്കുള്ളൊരു പ്രൊസീജിയറാണ്. അപ്പോൾ അങ്ങനെ വരാൻ പറ്റാത്തവരാണെങ്കിൽ അടുത്ത ക്ലാസ്സിൽ വരുമ്പോൾ സെക്കൻഡ് എക്സ്പെരിമെൻ്റ് ആയിരിക്കും ചെയ്യുക, അല്ലെങ്കിൽ അന്നത്തെ ദിവസം കണ്ടക്ട് ചെയ്യുന്ന എക്സ്പെരിമെൻ്റ് ആയിരിക്കും ചെയ്യുക. എന്നിട്ട് ടൈം ഉണ്ടെങ്കിൽ നമ്മൾ ചെയ്യാത്ത എക്സ്പെരിമെൻറ്റുകൾക്ക് സമയം തരും. മനസ്സിലായോ? അതേ നടക്കുകയുള്ളൂ. അല്ലാതെ ഒരാൾക്ക് മാത്രമായിട്ട് നമുക്ക് ആദ്യം തൊട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ളവരുടെ സമയം പോവും. ഞാനൊരാളുള്ളൂ ചെയ്യിപ്പിക്കാനായിട്ട്. സമയം പോകുന്നു മാത്രമല്ല, അതങ്ങനെ ഒരൊറ്റൊരാൾക്കുമായിട്ട് ചെയ്യാനായിട്ട് പോസിബിൾ അല്ല ചെയിൻ സർവേ. അതുകൊണ്ടാണ് പറയുന്നത്. ഡ്രോയിങ് ഒക്കെ ആണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല. നിങ്ങൾ എവിടെയാണോ നിർത്തിയിട്ടുള്ളത് അവിടെ തൊട്ട് പറഞ്ഞു തരാൻ എനിക്ക് ഓക്കെയാണ്. ചെയിൻ സർവേ പക്ഷെ അങ്ങനെ നടക്കില്ല, സർവേ ലാബ് കേട്ടോ. അതുകൊണ്ടാണ് പറയുന്നത്. അപ്പോൾ കൃത്യമായിട്ട് ക്ലാസ്സിൽ വരിക, കാര്യങ്ങൾ പഠിക്കുക. ബാബുവിന്റെ കൂടെ കൂടേണ്ടി വരും. ഇല്ല, സിമ്പിളാണ് പഠിക്കാനായിട്ട്. നിങ്ങൾക്ക് തിയോഡലൈറ്റും കൂടി ഇല്ല പഠിക്കാനായിട്ട്. നിങ്ങൾക്ക് ആകെ 3 എണ്ണം മാത്രമേ ഉള്ളൂ. എക്സാമിന് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത് ചെയ്യിപ്പിക്കില്ല. എന്തെങ്കിലും ക്വസ്റ്റ്യൻ തരിക അല്ലെങ്കിൽ പ്രൊസീജിയർ എഴുതിപ്പിക്കുകയേ ചെയ്യുള്ളൂ. ഇന്ന എക്സ്പെരിമെൻ്റ് എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത്. ആ പ്രൊസീജിയറൊക്കെ കറക്റ്റായിട്ട് റെക്കോർഡിൽ എഴുതുന്നുണ്ട്. നമ്മൾ പ്രോബ്ലംസും കറക്റ്റായിട്ട് എഴുതുന്നുണ്ട്. ചെയ്യിപ്പിക്കില്ല എന്നാണ് വിചാരിക്കുന്നത്. മഴയൊക്കെ വരാനായിട്ട് പ്രാർത്ഥിക്കുക എക്സാമിൻ്റെ സമയത്ത്. മഴ പെയ്യുണ്ടെങ്കിൽ അവർ ഇൻസ്ട്രുമെൻ്റ് പുറത്തേക്ക് ഇറക്കില്ല. ശ്രീരാമക്കാരാണെങ്കിൽ പുറത്തേക്ക് ഇറക്കില്ല. താലൂക്ക് സർവേയർ ഉണ്ടല്ലോ, അവരുടെ അടുത്ത് ചെന്നാല് നമുക്ക് കുറച്ചാൾക്ക് പോയിട്ട് പഠിക്കാൻ പറ്റുന്നത് എനിക്കറിയില്ല കേട്ടോ. ഇപ്പോഴൊക്കെ ഉണ്ടോ ചെയിനർക്ക് ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ടോ അതിന്? ചെയിനൊന്നും യൂസ് ചെയ്യുന്നുണ്ടായിരിക്കില്ല. ചെയിനും കോമ്പസും പ്ലെയിൻ ടേബിളും ലെവലിംഗ് യൂസ് ചെയ്യും നമ്മൾ ഇപ്പോഴും. ടോട്ടൽ സ്റ്റേഷൻ ഉണ്ടെങ്കിലും ലെവലിംഗ് നമ്മളത് ചെയ്യും. അതായത് റോഡിലൊക്കെ ഇപ്പോൾ കണ്ടിട്ടില്ലേ, റോഡിൽ ലെവലിംഗ് ചെയ്യണത്. സാൻഡ് എത്ര ഫില്ല് ചെയ്യണം അല്ലെങ്കിൽ ഗ്രാവൽ എത്ര ഫില്ല് ചെയ്യണം എന്ന് അറിയാൻ വേണ്ടി ലെവലിംഗ് നമ്മൾ ചെയ്യും. ആ, ലെവലിംഗ് ചെയ്യും. പിന്നെ ഇപ്പൊക്കെ ഏരിയ കാൽക്കുലേറ്റ് ചെയ്യാനും ബൗണ്ടറി ഫിക്സ് ചെയ്യാനും എല്ലാത്തിനും ടോട്ടൽ സ്റ്റേഷനാണ്. ഒരു 1 മണിക്കൂർ കൊണ്ട് പരിപാടി തീർത്ത് പോകും. അതായത് എൻ്റെ ചേട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ്. ടോട്ടൽ സ്റ്റേഷൻ നമുക്കില്ല.